അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനം. ക്രിസ്തു യേശുവിനു വേണ്ടി തടവുകാരനായ പൗലോസും നമ്മുടെ സഹോദരനായ തിമോഥെയോസും ഞങ്ങളുടെ പ്രിയ സ്നേഹിതനും സഹപ്രവർത്തകനുമായ ഫിലോമോനും ഞങ്ങളുടെ സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ ഭവനത്തിലെ സഭയ്ക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൽ നിനക്കുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധരോടുമുള്ള നിന്റെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് എന്റെ പ്രാർത്ഥനകളിൽ നിന്നെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സകല നന്മകളെയും പറ്റിയുള്ള പൂർണ്ണമായ അറിവിൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ അധികം ഫലപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദര, നീ വിശുദ്ധരുടെ ഉള്ളം കുളിർപ്പിച്ചിരിക്കുകയാൽ നിന്റെ സ്നേഹം എനിക്ക് മഹാസന്തോഷവും പ്രോത്സാഹനവും തന്നിരിക്കുന്നു. ആകയാൽ നീ ചെയ്യേണ്ട കാര്യം നിന്നോട് കൽപ്പിക്കുവാൻ ക്രിസ്തുവിൽ എനിക്ക് ധൈര്യമുണ്ടെങ്കിലും വൃദ്ധനും ഇപ്പോൾ ക്രിസ്തു യേശുവിന്റെ തടവുകാരനുമായ പൗലോസ് എന്ന ഞാൻ കാരാഗ്രഹത്തിൽ വെച്ച് ജനിപ്പിച്ച എന്റെ മകൻ ഒനേസിമോസിന് വേണ്ടി സ്നേഹത്തിൽ നിന്നോട് അപേക്ഷിക്കുകയാണ്. മുമ്പ് അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ ആയിരിക്കുന്നു. എന്റെ പ്രാണന് തുല്യനായ അവനെ ഇപ്പോൾ നിന്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ബന്ധനത്തിൽ കഴിയുന്ന എന്നെ ശുശ്രൂഷിക്കുവാൻ നിനക്ക് പകരം അവനെ എന്റെ അടുക്കൽ നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമില്ല. നീ ചെയ്യുന്ന ഏതു നന്മയും നിർബന്ധത്താലല്ല, മനസ്സോടെ ചെയ്യുന്നതായിരിക്കണമല്ലോ. അല്പകാലം അവൻ നിന്നിൽ നിന്ന് അകന്നുപോയത് അവനെ എന്നേക്കുമായി നിനക്ക് തിരിച്ചു കിട്ടേണ്ടതിനായിരിക്കാം. അതും അടിമയായിട്ടല്ല, അതിലുപരി പ്രിയ സഹോദരനായി തന്നെ. അവൻ എനിക്ക് ഏറ്റവും പ്രിയമുള്ളവനാണ്. എങ്കിൽ ലൗകികമായും കർത്താവിലും അവൻ നിനക്ക് എത്രയധികം പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് നീ ഒരു കൂട്ടാളിയായി എന്നെ കരുതുന്നുവെങ്കിൽ എന്നെ എന്ന പോലെ അവനെ സ്വീകരിച്ചു കൊള്ളുക. അവൻ നിന്നോട് എന്തെങ്കിലും ദോഷം ചെയ്യുകയോ കടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ എന്റെ സ്വന്തം കൈയാൽ എഴുതുകയാണ്. ഞാൻ തന്നു തീർത്തുകൊള്ളാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടവനാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതേ സഹോദര, എനിക്ക് നിന്നിൽ നിന്ന് കർത്താവിൽ ഒരു പ്രയോജനമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. ഞാൻ പറയുന്നതിലധികം നീ ചെയ്യുമെന്ന് നിന്റെ അനുസരണത്തെ പറ്റിയുള്ള ഉറപ്പോടെയാണ് ഇത് ഞാൻ എഴുതുന്നത്. ഒരു കാര്യം കൂടി, എനിക്ക് താമസിക്കാൻ ഒരു പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുതടവുകാരനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അങ്ങനെ തന്നെ എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദെമാസും ലൂക്കോസും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ.